ശരിക്കും നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ, ഈ ലോകം എത്ര മനോഹരമായിരുന്നെങ്കിലെന്ന്. ലോകം മനോഹരം തന്നെയാണ്, എങ്കിലും അതിൽ ജീവിക്കുന്ന ആൾക്കാരും അതുപോലെ നല്ല ആൾക്കാരായിരുന്നെങ്കിലെന്ന്. വളരെ സ്നേഹം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്ന നല്ല നല്ല മൂല്യങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരെ കൊണ്ട് നമുക്ക് ചുറ്റും നിറഞ്ഞിരുന്നെങ്കിലെന്ന്. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, ആരും നമ്മുടെ ഇഷ്ടത്തിന് പെരുമാറില്ല. എന്നാൽ അതുപോലൊരു നല്ല ലോകം കുറേയെങ്കിലും നിർമ്മിക്കാൻ ഇപ്പോഴും ഒരാൾക്ക് കഴിയും. ആരാണെന്നറിയുമോ ആ ആള്? അതെ, നമ്മൾ തന്നെ. മറ്റുള്ളവർ നമുക്ക് വേണ്ടി നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ നല്ല ലോകം ഒരിക്കലും അവർ നിർമ്മിച്ചു തരില്ലെന്ന് ഉറപ്പുള്ള ആ ലോകം നമുക്ക് പക്ഷേ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പുകഴ്ത്തലുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ അവരെ പുകഴ്ത്തുമ്പോൾ അവരുടെ മുഖത്തുള്ള ആ സന്തോഷം നമുക്കും അനുഭവിക്കാൻ കഴിയും. അതേപോലെ എന്തുകൊണ്ടും നമ്മെക്കാട്ടിലും ഉയർന്നവരോട് നമുക്ക് അസൂയ തോന്നിയാൽ ഓർക്കുക, അവർക്കെങ്കിലും അതുണ്ടല്ലോ, അവർ ഒരുപാട് സന്തോഷിക്കട്ടെ. അവരുടെ ആ സന്തോഷം ഒരിക്കലും നമ്മുടേതാവില്ലെന്ന് നമ്മൾ കരുതിയ ആ സന്തോഷം നമ്മുടെ മനസ്സിന് അപ്പോൾ കിട്ടും. മറ്റുള്ളവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ തിരിച്ചവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയും. അതിൽ കൂടി ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് കഴിയും. ശരിക്കും അവരും നമ്മളെപ്പോലൊരു ജീവാത്മാവ് തന്നെയാണ്. കാർമിക് കണക്ഷൻസ് കൊണ്ട് എല്ലാവരും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അവർ സന്തോഷിക്കട്ടെ, അവരുടെ ആ സൗഭാഗ്യത്തിൽ അവർ മതിമറക്കട്ടെ, ആനന്ദിക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ പരിശീലിച്ചു നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അവരുടെ ആ സന്തോഷം നമുക്ക് കിട്ടുന്നതായിരിക്കും. മറിച്ച് അവരോട് അസൂയൊക്കെ കാണിച്ചാൽ നമ്മുടെ മനസ്സിന് ഒട്ടും സുഖകരമായ ഒരവസ്ഥ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. ഒന്നുമില്ലെങ്കിലും അവരുടെ ആ സൗഭാഗ്യങ്ങളൊക്കെ കാണാനുള്ള, ആസ്വദിക്കാനുള്ള അവസരമെങ്കിലും നമുക്കുണ്ടായല്ലോ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ആരും വേറിട്ടില്ല ഈ ലോകത്തിൽ, എല്ലാവരും പരസ്പരം കണക്റ്റഡാണ്. ഒരു കർമ്മബന്ധമില്ലാതെ, അതായത് കാർമിക് കണക്ഷൻ ഇല്ലാതെ ഒരു ഐ കോണ്ടാക്റ്റ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. ആ കാർമിക കണക്ഷൻസിൽ പലർക്കും പല അനുഭവങ്ങൾ, പല സാഹചര്യങ്ങൾ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ എന്താണോ അത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുക. ഒപ്പം മറ്റുള്ളവർ എങ്ങനെയാണോ അതുപോലെ അവരെയും അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക. നമ്മൾ അങ്ങനെയൊക്കെ ശീലിച്ചാൽ നാളെ അവർക്കുള്ള ആ അനുഗ്രഹങ്ങളൊക്കെ തീർച്ചയായും നമുക്കും ഉണ്ടാവുന്നതായിരിക്കും.